ശബരിമല യാത്ര ശരീരത്തിൽ നിന്ന് ആത്മാവിലേക്കുള്ള യാത്ര. 41 ദിവസം, കറുത്ത വസ്ത്രം, ഇരുമുടി, ശരണം വിളി, മല കയറൽ. ഇതെല്ലാം എന്തിനാണ്? ശബരിമല വെറും ഒരു മലകയറലാണോ? അല്ലെങ്കിൽ മനുഷ്യനെ ഉള്ളിൽ നിന്ന് മാറ്റുന്ന ഒരു ആത്മപരീക്ഷയോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ കഥയല്ല, ഒരു മനുഷ്യൻ്റെ മാറ്റത്തിൻ്റെ കഥയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. യാത്ര തുടങ്ങുന്നത് എവിടെ നിന്ന്? ശബരിമല യാത്ര പമ്പയിൽ നിന്നല്ല തുടങ്ങുന്നത്, അത് തുടങ്ങുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. വ്രതമെടുക്കുന്ന നിമിഷം മുതൽ ഒരു മാറ്റം ആരംഭിക്കുന്നു. ആഹാരം ലളിതമാകുന്നു, വാക്കുകൾ കുറയുന്നു, ചിന്തകൾ നിയന്ത്രിക്കപ്പെടുന്നു. ഇത് ദൈവം ആവശ്യപ്പെട്ടതല്ല, ഇത് മനുഷ്യൻ സ്വയം ചെയ്യേണ്ട തയ്യാറെടുപ്പാണ്. ഈ 41 ദിവസത്തെ വ്രതം എന്തിനാ ഇത്ര കർശനം? 41 ദിവസത്തെ വ്രതം ഒരു ശിക്ഷയല്ല, അതൊരു പരിശീലനമാണ്. ശരീരത്തേക്കാൾ മനസ്സിനെ നിയന്ത്രിക്കാൻ, ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കാൻ, ആഗ്രഹങ്ങൾ ചുരുക്കാൻ, അഹങ്കാരം കുറയ്ക്കാൻ. ഈ ദിവസങ്ങളിൽ ഒരു മനുഷ്യനെ മനസ്സിലാക്കും. കുറച്ചു മതി സന്തോഷത്തോടെ ജീവിക്കാൻ. അതാണ് ശബരിമലയുടെ ആദ്യ പാഠം. എന്തിനാണ് ഈ കറുത്ത വസ്ത്രം ധരിക്കുന്നത്? അതൊരു സമത്വത്തിൻ്റെ ഭാഷയാണ്. കറുത്ത വസ്ത്രം ദുഃഖത്തിൻ്റെ അടയാളമല്ല, അത് സമത്വത്തിൻ്റെ ഭാഷയാണ്. ഇവിടെ ധനികനും ദരിദ്രനും ഒരുപോലെ, പദവിയില്ല, വ്യത്യാസമില്ല, എല്ലാവരും ഒരേ വേഷം, ഒരേ പേര്, സ്വാമി. ജീവിതത്തിൽ നമ്മൾ മറന്നുപോയ സമത്വം ഇവിടെ പഠിപ്പിക്കുന്നു. ഇരുമുടിക്കെട്ട് ജീവിതത്തിൻ്റെ 2 ഭാഗങ്ങളാണ്. ഇരുമുടിക്കെട്ട് വെറും ഒരു കെട്ടല്ല. ഒരു ഭാഗം ലൗകിക ജീവിതം, ഉത്തരവാദിത്തങ്ങൾ, ബന്ധങ്ങൾ, പ്രശ്നങ്ങൾ. മറ്റേ ഭാഗം ആത്മീയ സമർപ്പണം, വിശ്വാസം, പ്രാർത്ഥന, ആത്മശുദ്ധി. ജീവിതം പോലെ നല്ലതും മോശവും ഒരുമിച്ച് നമ്മൾ ചുമക്കണം. ഒന്നും ഒഴിവാക്കാതെ സമത്വത്തോടെ മുന്നോട്ട് പോകണം. അതാണ് ഇരുമുടിക്കെട്ട് പഠിപ്പിക്കുന്നത്. മല കയറുമ്പോൾ എന്തിനാണ് ശബ്ദമില്ലാതെ നടക്കുന്നത്? മല കയറുമ്പോൾ ശബ്ദമില്ലാതെ നടക്കുന്നത് മനസ്സിനെ കേൾക്കാനാണ്. ശബ്ദമില്ലാത്തപ്പോൾ ചിന്തകൾ നമ്മോട് സംസാരിക്കും. ഒരുമിച്ച് നടക്കുന്നത് നമ്മൾ ഒറ്റയാളെന്നിൽ നിന്നാണ് ഓർമ്മിപ്പിക്കാനാണ്. ഒരാൾ ക്ഷീണിച്ചാൽ മറ്റേയാൾ കൈപിടിക്കും. ഇതാണ് ശബരിമലയുടെ സഹജീവിത പാഠം. എന്തിനാണ് ഈ ശരണം വിളി? എന്തിനാണ് എല്ലാവരെയും സ്വാമീന്ന് വിളിക്കുന്നത്? ശരണം വിളി ഒരു വിളിയല്ല, ഒരു സമർപ്പണമാണ്. സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഇതാണ്: എനിക്കെല്ലാം അറിയില്ല, എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ആരും വലുതല്ല, ആരും ചെറുതല്ല, എല്ലാവരും ഒരുപോലെയാണ്, സ്വാമിയാണ്. ക്ഷീണം, വേദന എന്നിവയുണ്ടാവും, കാലുകൾ തളരും, ശരീരം വേദനിക്കും. എന്നാലും ഓരോ ചുവടും സ്വയം ജയിക്കുന്ന ഒരു നിമിഷമാണ്. ഈ യാത്രയിൽ മനുഷ്യൻ പതുക്കെ ലഘുവാകുന്നു, അഹങ്കാരം താഴുന്നു, ഹൃദയം നിറയുന്നു. എന്താണ് ഈ ശബരിമല? ശബരിമല ഒരു മലയല്ല, ഒരു ക്ഷേത്രം മാത്രമല്ല, അത് ജീവിത പാഠമാണ്. അവിടെ എത്തുമ്പോൾ നമ്മൾ പഴയ ആളായിരിക്കില്ല. കാരണം ഈ യാത്ര അയ്യപ്പനെ കാണാനുള്ളതല്ല, സ്വയമുള്ള ദൈവത്തെ കണ്ടെത്താനുള്ളതാണ്. സ്വാമിയേ ശരണമയ്യപ്പ.